ഞാൻ സൂസൻ. വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്ന് പറയാനായിട്ട് പോകുന്നത് നമ്മുടെ മിക്കവാറും എല്ലാവരുടെയും വീട്ടിൽ രാവിലെ പാല് മേടിക്കുന്നതാണ്. നമ്മൾ പാല് മേടിച്ച് കഴിഞ്ഞിട്ട് പാല് മേടിച്ച് അത് നല്ലതായിട്ട് കാച്ചി കഴിഞ്ഞിട്ട് ഉടനെ ഉപയോഗിക്കാതെ അത് കുറേ നേരം ഒന്ന് പാടയാകാൻ വേണ്ടി മാറ്റി വയ്ക്കുക. കുറേ നല്ലതായിട്ട് പാട അത് ചൂടി കഴിയുന്നുണ്ട്. ഓരോ ദിവസത്തെയും പാട കുറച്ച് അത് മാറ്റി ഒരു പാത്രത്തിലാക്കി കുറേ ആക്കി കഴിയുന്നവരെ അത് ആ പാത്രം നിറയുന്നവരെ നമ്മൾ ഫ്രീസറിനകത്ത് സൂക്ഷിക്കുക. അങ്ങനെ സൂക്ഷിച്ചിരിക്കുന്നത് പാടയാണ്. കുറേ ദിവസത്തെ പാട ഞാനെടുത്ത് കുറച്ച് എടുത്ത് ഫ്രീസറിനകത്ത് സൂക്ഷിച്ചേക്കുന്നതാണ് ഇത്. എന്നിട്ടത് ആ പാത്രം നിറഞ്ഞു കഴിയുന്നുണ്ട് അത് വെളിയിൽ എടുത്ത് വെച്ച് തൈലമായിട്ട് സൂക്ഷിപ്പിച്ച് അത് വെളിയിൽ വെച്ചേക്കുക. ഒരു ദിവസം വെളിയിൽ എടുത്ത് കഴിയുമ്പോൾ നമ്മളതെടുത്ത് മിക്സിക്കകത്തിട്ട് നല്ലതായിട്ട് അടിച്ച് അതിൻ്റെ വെള്ളം എടുക്കണം. വെള്ളം എടുത്തിട്ടത് അങ്ങനെ വെച്ചേക്കുന്ന കുറേ വെള്ളയാണ് ഞാൻ കാണിക്കുന്നത്. അങ്ങനെ ഞാൻ കുറേ പാത്രത്തിനകത്ത് ഇതിൻ്റെ വെള്ളം എടുത്ത് സൂക്ഷിച്ചിട്ടുണ്ട്. ആ വെള്ളമെല്ലാം കുറച്ച് വെള്ളമായി കഴിയുമ്പോൾ അത് അടുപ്പിൽ വെച്ച് ഫ്രൈ പാനിനകത്ത് വെള്ളം വെച്ച് മുറുക്കി അത് നെയ്യാക്കി എടുക്കണം. നെയ്യാക്കി എടുക്കുന്ന അങ്ങനെ എടുക്കുന്ന നെയ്യാണ് അത് കുറേ നെയ്യ് ഞാൻ ഉണ്ടാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അങ്ങനെ നെയ്യാണ് കാണുന്നതെല്ലാം ഇതെല്ലാം അങ്ങനെ ഉരുക്കി എടുത്ത് വെച്ച് നെയ്യാണ്. ഇങ്ങനെ നമുക്ക് ഒരു കുപ്പി പാല് മേടിക്കുന്നതിനകത്തുള്ള നമുക്കത് കുറേ വെണ്ണ ഉണ്ടാക്കാൻ പറ്റും, കുറേ നെയ്യ് ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനുള്ള നമ്മുടെ വീട്ടിലും നമ്മുടെ കുഞ്ഞുങ്ങൾക്കുമൊക്കെ ആവശ്യത്തിന് ഉപയോഗിക്കാവുന്ന നെയ്യും വെണ്ണയെല്ലാം ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടും. അങ്ങനെ നമ്മൾ ഈ പാലിൻ്റെ പാട കളയാതെ നമ്മൾ സൂക്ഷിച്ച് വെച്ച് ഇതെല്ലാം ഉണ്ടാക്കുക. പിന്നെ കുറച്ച് പാല് അധികം വരുവാണെന്നുണ്ടെങ്കിൽ അത് വെള്ളമൊന്ന് വറ്റിച്ച് ഒരു 2-3 ദിവസത്തെ എടുത്ത് 2 ദിവസത്തെ സ്റ്റോക്ക് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് അതോടെ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള തൈര് നമുക്ക് അതിൽ നിന്ന് കിട്ടും. അങ്ങനെ നമുക്ക് കിട്ടുന്ന പാലിൽ നിന്ന് നമുക്ക് വെണ്ണയും നെയ്യും തൈരും എല്ലാം അതിൽ നിന്ന് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇത് പറയാൻ വേണ്ടിയാണ് ഞാൻ വീഡിയോ എടുത്തത്. എല്ലാവരും ഇങ്ങനെ ചെയ്യുക. പിന്നെ എനിക്കെല്ലാം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും.